ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ ദാൽ കറിയാണ്. മടി പിടിച്ചിരിക്കുന്നവർക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് ഈ ദാൽ കറി. ഇതെങ്ങനെയാ തയ്യാർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് കഴുകി വാരി വെച്ചിരിക്കുന്ന ഈ ചുവന്ന കളറിന്റെ ദാലാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറിയ സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3-4 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 2 പച്ചമുളക്, കുറച്ച് മല്ലിയില, ഒരു തക്കാളി. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/4 സ്പൂണോളം ജീരകം, കടുക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് വെളിച്ചെണ്ണ. ഇനി നമുക്ക് ഒരു കുക്കർ ചൂടാക്കാൻ വേണ്ടി വെക്കാം. കുക്കർ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാവുന്നതാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് സൺഫ്ലവർ ഓയിലൊക്കെ നല്ലതാണ്. ഞാനിപ്പോൾ ഇന്ന് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ ഉപയോഗിച്ച് ഉണ്ടാക്കുകയാണ്. എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇത് പൊട്ടി തീരുമ്പോൾ നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം. രണ്ട് പച്ചമുളക് കൂടി കീറി ഇട്ട് കൊടുക്കാം. ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള കൂടി ചേർക്കാം. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. ഒരു 3/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/4 സ്പൂണോളം മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. ഇനി നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ദാൽ കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ദാൽ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ചു വെക്കാം. ഒരു 2 വിസിൽ വരുന്നത് വരെ നോക്കാം. ഇപ്പൊ വിസിലെല്ലാം വന്നു കഴിഞ്ഞു. ആവിയെല്ലാം പോയതിനു ശേഷം നമുക്ക് തുറന്നു നോക്കാം. കായപ്പൊടി കൂടി ചേർക്കാം. ഇനി നമുക്ക് പൊടിയായി അരിഞ്ഞു വെച്ച മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ദാൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.